ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മമില്ല, നിലവിൽ ഉള്ള ആയുഷ്കാലത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഫലവും ഇല്ല. അയാളെയാണെങ്കിൽ അള്ളാഹു അല്ലാതെ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താ പറയുക? ഷെഹ്റാൻ ഇമാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുമ ആ ഉസ്താദിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയാം, എന്താ ചെയ്യുന്നത്? ഒരാളെ അള്ളാഹുവിന് എന്തോ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു, അയാളാണെങ്കിൽ അതിന് മാത്രം കർമ്മ പുസ്തകത്തിൽ നന്മകൾ നിറച്ച ആളുമല്ല, അതിന് മാത്രം ആയുഷ്കാലം അയാൾക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല, അയാൾ അതിലേക്ക് എത്തില്ല എങ്കിൽ അള്ളാഹു ഉടനെ ചെയ്യുന്നത് അയാളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കും. ജസ്റ്റ് ഒന്ന് വിട്ടു. അങ്ങനെ പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞേക്കാം, റമദാനോടുകൂടി ഉസ്താദ് മഹലിൽ നിന്ന് പോയി. അപ്പൊ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു ഉസ്താദ് പോയല്ലേ, അപ്പൊ അടുത്ത ആള് പോയതല്ല, ഒഴിവാക്കിയതാണ്. വണ്ടി കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. പോണ്ടല്ലേ നമുക്ക് അന്നേ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും അതിൽ 28 ആജിക്കമാർ പരമാവധി ഭാഗതയത്വം തെളിയിച്ചിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ. പിന്നെ 308 ഉംറ ചെയ്ത ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട്, അവരും പരമാവധി ലൈക്കും പോവലിട്ടിട്ട് ചെയ്തു. പിന്നെ പെണ്ണുങ്ങൾ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് വഴി ഇടപെട്ടിട്ട് അങ്ങനെ ഷെഹ്റാൻ ഇമാമിന്റെ വാക്ക് ബാക്കി കേട്ടോളി. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അവിടെ